എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരു ചെറിയ ബൈബിൾ പഠനത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ചെറിയ വിഷയമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതും. വിഷയം ഇതാണ്: ബൈബിളിൽ ബഹുഭാര്യത്വം ശരിയോ? ബൈബിളിൽ ബഹുഭാര്യത്വം ശരിയോ? അനേകരും ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാമോ? കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ, പഴയ നിയമത്തിൽ പലരും ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ബൈബിളിലേക്ക് നാം പരിശോധിച്ച് നോക്കുമ്പോൾ, ആദിയിൽ ദൈവം ആദാവിനെയും അവയെയും സൃഷ്ടിച്ചുകൊണ്ട് ദൈവം ഒരു കുടുംബം സ്ഥാപിക്കുകയാണ് ചെയ്തത്. അവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നുകൊണ്ട് ഒരു കുടുംബം സ്ഥാപിച്ച്, അങ്ങനെയാണ് ദൈവത്തിൻ്റെ കുടുംബ ആരംഭം. അതിനുശേഷം കുറച്ച് തലമുറകൾ കടന്നു പോകുന്നു. ആദാവിൻ്റെ മകനായിട്ടുള്ള കയീൻ അനുജനെ കൊലപ്പെടുത്തിയ ശേഷം അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിച്ചോടുന്നു. അപ്പം അവൻ്റെ 5ാമത്തെ തലമുറയിലുള്ള മകൻ ലാമെക്ക് ആകുന്ന ആദ്യമായിട്ട് ബഹുഭാര്യത്വം ലോകത്ത് തുടങ്ങിയതായിട്ട് നാം കാണുന്നത്. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തിരുന്നു. അതാ സില്ല എന്നുള്ളത്. തുടർന്ന് തലമുറകൾ അനേകം കടന്നു പോകുന്നു. പിന്നെ ദൈവം പ്രത്യക്ഷമായിട്ട് ഒരു കുടുംബത്തെ വിളിച്ചുകൊണ്ട് തൻ്റെ രക്ഷാ ദൗത്യം ലോകത്ത് ആരംഭിക്കുന്നു. അങ്ങനെയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. അപ്പോൾ നമുക്ക് അബ്രഹാം മുതൽ ഏതാനും ചിലവരുടെ കുടുംബ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 7 പേരെ മാത്രമാണ് ഇതിൽ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. 7 പേര്. അതിൽ ഒന്ന് അബ്രഹാം. അബ്രഹാം ഇതുപോലെ ബഹുഭാര്യത്വം ഉള്ള ഒരാളായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം നമുക്ക് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അബ്രഹാമിനെ ദൈവം ഊരിൽ നിന്ന് വിളിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അബ്രഹാമും ഭാര്യയും സഹോദരൻ്റെ മകനായിട്ടുള്ള ലോത്തും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എങ്കിൽ തന്നെയും അവൻ ആരംഭത്തിൽ മക്കളുണ്ടായില്ല. അതുകൊണ്ട് ഭാര്യയായിട്ടുള്ള സാറ അബ്രഹാമിനോട് പറഞ്ഞ്, ഇതാ എനിക്ക് മക്കളില്ല, അതുകൊണ്ട് നീ എൻ്റെ ദാസിയായിട്ടുള്ള ഹാഗറിനെ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറായുടെ നിർദ്ദേശപ്രകാരം അബ്രഹാം ആഗറിനെ സ്വീകരിക്കുകയും ആഗർ ഗർഭിണിയാകുകയും ചെയ്തു. അപ്പം ഗർഭിണിയായപ്പോൾ സാറായിക്ക് ഒരു അസൂയ തോന്നി ആഗറിനോട്. അങ്ങനെ ആഗറിനോട് ഒരു വെറുപ്പും അസൂയൊക്കെ തോന്നുകയുണ്ടായി. എങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അബ്രഹാമിൽ കൂടി ദൈവം ഒരു വലിയ പദ്ധതി ചെയ്യാൻ ഒരുക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ്, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് പറയുകയുണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തോട് പറഞ്ഞ്, എനിക്ക് മക്കളില്ലല്ലോ, പിന്നെ വലിയ ജാതിയാക്കെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അനന്തരാവകാശി ആരായിരിക്കും? അതായത് ദാസിയുടെ മകനാണോ എന്ന് ചോദിച്ചു. അപ്പം അബ്രഹാം പറഞ്ഞ്, നിനക്ക് ഒരു മകനുണ്ടാവും, നിൻ്റെ ഭാര്യ പ്രസവിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അബ്രഹാമിന് സംശയം തോന്നി. സാറായുടെ കാര്യം പറഞ്ഞപ്പോൾ സാറ ചിരിക്കുകയും ചെയ്തു. ഈ വളരെ വാർദ്ധക്യത്തിലായിരിക്കുന്ന തങ്ങൾക്ക് 100 വയസ്സും സാറയ്ക്ക് 90 വയസ്സൊക്കെ ആയിരിക്കുന്നു. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് മക്കളുണ്ടാകുമോ എന്ന് ചോദിച്ചു.
എന്നാൽ ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം സാറ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു. അവന് ദൈവം പറഞ്ഞ് ഇസാക്ക് എന്ന് പേരിടണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ സാറായ്ക്ക് മകനെ ലഭിച്ചപ്പോൾ സാറ ആഗറിനോട് എതിർത്ത് അബ്രഹാമിനോട് പറഞ്ഞ് അവളെ വെളിയിലാക്കണം എന്ന് പറയുകയുണ്ടായി. അവൾക്ക് ഇവിടെ അവകാശമില്ല, അവളുടെ മകനും ഇവിടെ അവകാശമില്ല, വെളിയിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും അബ്രഹാം കേട്ട് ആദ്യം പറഞ്ഞിട്ടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ സാറ പറഞ്ഞിട്ട് വെളിയിലാക്കുകയും ചെയ്ത് അങ്ങനെ ഒരപ്പവും ഒരു സഞ്ചി വെള്ളവുമായിട്ട് ആഗറിനെ വെളിയിലാക്കുന്നു. ആഗർ ആ കുഞ്ഞുമായിട്ട് മരുഭൂമിയിൽ ഗത്യന്തരമില്ലാതെ ഊടാടുന്നു. എന്നാൽ ദൈവം ദൂതനയച്ച് അവർക്ക് കുടിപ്പാൻ നീരുറവ് കൊടുത്ത് ചില കാര്യങ്ങൾ, അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. നീ ഭയപ്പെടേണ്ട, നിന്നിൽ കൂടി ജനിച്ച മകൻ ഒരു വലിയ ജനസമൂഹമായി തീരും. അവരിൽ നിന്ന് 12 പ്രഭുക്കന്മാർ ഉത്ഭവിക്കും. അവൻ വാളുകൊണ്ട് ഉപജീവിക്കും. അവൻ തൻ്റെ സഹോദരന്മാർക്ക് എതിരെ ജീവിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു. അപ്പോൾ പിന്നീട് നാം ചരിത്രത്തിൽ കാണുന്നത് അങ്ങനെ സാറായിൽ നിന്ന് ജനിച്ച ഇസ്മായിലിൻ്റെ സന്തതികൾ ഇന്ന് അറിയപ്പെടുന്ന മുസ്ലിങ്ങളും മറ്റ് ഇസാക്കിൻ്റെ വംശത്തിൽ ഇങ്ങോട്ട് വരുന്ന ആ യഹൂദന്മാരും ഇന്ന് നാം കാണുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും ഇന്ന് ലോകത്തിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബഹുഭാര്യത്വത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ദോഷത്തിൻ്റെ അനന്തരഫലങ്ങളാണ് ഇന്നത്തെ ലോകത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ അബ്രഹാമിന് മകനായിട്ടുള്ള ഇസാക്ക് ജനിക്കുന്നു. അബ്രഹാമിന് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, കെതൂറ എന്ന് പറഞ്ഞ ഒരു ഭാര്യ കൂടെ ഉണ്ട്. അത് ഉൽപ്പത്തി ദിവസം 25-ാം അധ്യായം 1-7 വരെയുള്ള ഭാഗത്ത് അതിനകത്ത് മക്കളെ കൊണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഭാര്യ ഉണ്ട്. പിന്നെ ഇസാക്ക് ജനിച്ചെങ്കിൽ തന്നെ ഇസാക്കിന് ബഹുഭാര്യത്വം ഇല്ലായിരുന്നു. ഇസാക്കിന് റബേക്ക എന്നുള്ള ഏക ഭാര്യ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇസാക്കിന് ജനിച്ച 2 മക്കളിൽ ഒരുവനായിട്ടുള്ള യേശാവ് അപ്പൻ്റെ അമ്മയുടെയും ഉപദേശം വിട്ടാണ് പോണത്. അതുകൊണ്ട് അവൻ ചെന്ന് ഇതര ജാതിയിൽപ്പെട്ട 3 പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നതായിട്ട് വേദവസ്തം പറയുന്നു. യഹൂദിത്ത്, ബാസവത്ത്, മഹലത്ത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 35-36 വാക്യങ്ങളും ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ യേശാവ് വിവാഹം കഴിച്ച ഈ ഭാര്യമാർ ഇസാക്കിനും ഭാര്യ റബേക്കയ്ക്കും വലിയ ഒരു തലവേദനയായിരുന്നു, വലിയൊരു ശല്യമായിരുന്നു എന്ന് കാണുന്നു മകൻ്റെ ബഹുഭാര്യത്വം. അപ്പോൾ രണ്ടാമത് നാം പിന്നെ പ്രധാനമായിട്ട് കാണുന്നത് യാക്കോബാണ്. യാക്കോബ് പഴയ നിയമത്തിലെ ഒരു വലിയ കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുടുംബ കാര്യങ്ങളെല്ലാം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 31 വരെയുള്ള വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യാക്കോബ് അദ്ദേഹം പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പനായിട്ടുള്ള ഇസാക്ക് പറഞ്ഞ്, നീ ഇവിടത്തുള്ള ജാതികളിൽ നിന്ന് പെൺകുട്ടികളെ ഭാര്യയായിട്ട് എടുക്കരുത്. അതുകൊണ്ട് നീ ചെന്ന് നമ്മുടെ ദേശമാകുന്ന പദ്ദൻ ആരാമിൽ ചെന്ന് നിൻ്റെ അമ്മയുടെ സഹോദരനായിട്ടുള്ള ലാബോൻ്റെ പെൺമക്കളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് യാക്കോബിനെ കൊണ്ട് ഇസാക്ക് സത്യം ചെയ്യിച്ചു. അങ്ങനെ ഒരു ഭാര്യയെ സ്വീകരിക്കാൻ വേണ്ടി യാക്കോബ്
പദ്ദൻ ആരാമിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ ചെല്ലുന്ന അവിടെ യാക്കോബിനെയും മക്കളെയൊക്കെ കാണുന്നു. വന്ന കാര്യമൊക്കെ പറയുന്നു. അങ്ങനെ യാക്കോബ് ലാബാൻ്റെ മക്കളിൽ ഇളയവളായിട്ടുള്ള റാഹേലിനെ ഇഷ്ടപ്പെട്ട് റാഹേലിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ലാബാൻ അവനൊന്നും എതിര് പറഞ്ഞില്ല. എൻ്റെ മകളെ നിനക്ക് തരാം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ 7 വർഷം അതിനു വേണ്ടി ലാബാന് വേണ്ടി വേല ചെയ്ത് ലാബാന് സേവിച്ചു. 7 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണ നാളിൽ വിവാഹം നടന്ന്, അവിടത്തേക്ക് വിവാഹം രാത്രിയാണല്ലോ, അങ്ങനെ രാത്രിയിൽ വിവാഹം നടന്ന് വിവാഹം നടക്കുമ്പോൾ ഈ വധു മൂടുപടവിടും. അപ്പം മുഖമൊന്നും ശരിയായിട്ട് കാണാൻ പറ്റത്തില്ല. ഇതുപോലെ നമുക്ക് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ചെറിയ പന്തം പോലുള്ള അരണ്ട വെളിച്ചമായിരിക്കാം. അപ്പോൾ അങ്ങനെ റാഹേലിനെ വിവാഹം കഴിച്ച് രാത്രിക്ക് ലാബാൻ മകളെ മൂടുപടം അണിയിച്ച് യാക്കോബിൻ്റെ അടുത്ത് എത്തിക്കുന്നു. നേരം വെളുത്തപ്പോഴാണ് യാക്കോബ് തനിക്ക് പറ്റിയ ചതിവ് അറിയുന്നത്. ഇത് താൻ സ്നേഹിച്ച റാഹേലല്ല, അവളുടെ മൂത്തവൾ ലേയയാണെന്ന് മനസ്സിലായത്. അപ്പോൾ യാക്കോബ് പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടുരീതി അനുസരിച്ച് മൂത്തവൾ നിൽക്കുമ്പോൾ ഇളവളെ കൊടുക്കുന്ന രീതിയില്ല, അതുകൊണ്ട് ഇളയവളെ നിനക്ക് തരാം, 7 വർഷം കൂടി എന്നെ സേവിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 7 വർഷം കൂടി സേവിച്ച് അങ്ങനെ റാഹേലിനെ കൂടി വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ലേയ കൊടുത്തപ്പോൾ ലേയയുടെ ദാസിയായിട്ടുള്ള സിൽപ്പയും കൂടി കൊടുക്കുന്നു. അത് യാക്കോബ് ആവശ്യപ്പെടാതാണ്. രണ്ടാമത് റാഹേലിനെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ അവളുടെ ദാസി ബിൽഹയും കൂടി കൊടുത്തു. ചുരുക്കം പറഞ്ഞാൽ ഈ 2 ദാസിമാരെ കൂടി പിന്നീട് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഈ ഭാര്യമാരെ തന്നെ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ നിന്നപ്പോൾ ലേയ പ്രസവിച്ച്. ലേയയോട് യാക്കോബിന് അനിഷ്ടയാണ് പൊതുവെ, എങ്കിലും അവൾ പ്രസവിച്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ട റാഹേൽ പ്രസവിച്ചില്ല. അപ്പോൾ റാഹേൽ യാക്കോബിനോട് പരാതി പറഞ്ഞ്, എനിക്ക് മക്കളില്ല, ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏതായിരുന്നാലും ദൈവം അതിന് ചില നടപടികളൊക്കെ ചെയ്തു. റാഹേൽ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യ്, എനിക്ക് മക്കളില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ ദാസി ബിൽഹയെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കണം, അവളിലുണ്ടാകുന്ന മകൻ എൻ്റെ മകനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ലാബാൻ അത് കേട്ട് ബിൽഹയെ സ്വീകരിച്ച് അതിലുണ്ടാകുന്ന മകൻ ആണ് ദാൻ എന്നുള്ളത്. ദാൻ്റെ ചരിത്രം നമുക്കറിയാം. ദാൻ്റെ ഗോത്രക്കാർ അവസാനം അവർ ആണ് വലിയ പാപം ചെയ്തത്. ഇസ്രായേൽ രാജ്യത്ത് രാജവാഴ്ച തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് വിഗ്രഹാരാധന തുടങ്ങിയത് ദാൻ ഗോത്രത്തിലാണ്. അതുകൊണ്ട് ദാൻ ഗോത്രത്തോട് ദൈവം എതിർത്ത് നിന്ന് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ ഗോത്രങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി മുദ്രയിടുമ്പോൾ ആ ലിസ്റ്റിൽ ദാൻ ഗോത്രം കാണുന്നില്ല. കാരണം അവർ ചെയ്ത വിഗ്രഹാരാധന എന്ന പാപമാണ്. അത് പോട്ടെ, ആ കഥയിലേക്ക് നിങ്ങൾക്ക് പോകണ്ട. അങ്ങനെ 2 ഭാര്യമാരിലും 2 ദാസിമാരിൽ കൂടിയും പിന്നീട് എല്ലാം കൂടി ചേർന്ന് 12 മക്കൾ ജനിക്കുന്നു. അപ്പോൾ ഇവരവിടെ നിന്ന് പുറപ്പെടാൻ നേരത്ത് റാഹേലിൻ്റെ അടുത്ത് റാഹേൽ അപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ കൂടി എടുത്ത്. യാക്കോബാണെങ്കിൽ വലിയ ദൈവഭക്തനാണ്, പക്ഷേ താൻ ഇഷ്ടപ്പെട്ട തൻ്റെ ഭാര്യ അവിടുത്തെ വിഗ്രഹം കൂടി കൈവശപ്പെടുത്തിക്കൊണ്ടാണ് വന്നത്. അത് വലിയ ഒരു തെറ്റായിരുന്നു. അത് മാത്രമല്ല, പിന്നീട് നാം കാണുന്നത് ലേയയുടെ ആദ്യത്തെ മകൻ രൂബൻ ബിൽഹയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു എന്നുകൂടി നാം വായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു കുടുംബം തമ്മിലുള്ള ഒരു അസ്വസ്ഥത നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നീട് നാം കാണുന്നത് ഈ 11 മക്കളും കൂടി ചേർന്നുകൊണ്ട് ഒരുവനെ യോസേപ്പിനെ പൊട്ടക്കുഴി തള്ളിയിടുന്നു.
എന്നിട്ട് അവൻ മരിച്ചുപോയി എന്ന് പിതാവായ യാക്കോബിനെ അറിയിക്കാൻ ഒരു ആട്ടുകൊറ്റനെ കൊന്ന് അവൻ്റെ തുണിയിൽ രക്തം പുരട്ടി അപ്പനെ കൊണ്ട് കാണിച്ച്, നിൻ്റെ മകനെ കാട്ടുമൃഗം കടിച്ചു വന്ന് ഇതാ രക്തം പുരണ്ട തുണിയെന്ന് പറഞ്ഞു. അപ്പോൾ റാഹേലിൻ്റെ മകനോട് മറ്റുള്ളവർ ചെയ്ത ഒരു ക്രൂരതയാണ്. എങ്കിൽ ഇങ്ങനെയൊക്കെ ലേയയും റാഹേലും തമ്മിൽ നീരസങ്ങളുണ്ട്. ഇവരെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉദരങ്ങളെല്ലാം തന്നെ ഉണ്ട്. എങ്കിലും യാക്കോബ് വലിയ ഭക്തനായിരുന്നു. യാക്കോബിന് ഈ 4 ഭാര്യയെ വേണമെന്ന് യാക്കോബ് പറഞ്ഞിട്ടില്ല. യാക്കോബ് ഒരാൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോയി. ലാബാനാണ് പിന്നെ 3 പേരെ കൂടി ഈ യാക്കോബിനെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് 4 തീർന്നത്. എങ്കിലും യാക്കോബ് ദൈവഭക്തനായിരുന്നു. യാക്കോബ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിൽ അടിയുറച്ചു നിന്ന് അതവൻ്റെ പേര് മാറ്റി ദൈവം ഇസ്രായേൽ എന്ന് പേര് കൊടുത്ത് അവനിൽ നിന്നാണ് ഈ 12 ഗോത്രപിതാക്കന്മാർ ജനിക്കുന്നത്. മൂന്നാമത് നാം കാണുന്നത് ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ഗിദെയോൻ എന്ന ഒരാളാണ്. ഗിദെയോൻ ന്യായാധിപ പുസ്തകത്തിൽ 5ാമത്തെ ന്യായാധിപനാകുന്ന ഗിദെയോൻ. ഗിദെയോൻ വളരെയധികം ദൈവഭക്തി ഉള്ളവനും ദൈവത്തിന് വേണ്ടി തൻ്റെ ജനങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചവനും വലിയ പരാക്രമശാലിയുമായിരുന്നു ഗിദെയോനെ തോൽപ്പിക്കാൻ ശത്രുക്കളെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം തൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഗിദെയോൻ്റെ ഈ വീരപരാക്രമവും അദ്ദേഹത്തിൻ്റെ ജയവും കണ്ടുകൊണ്ട് ഇസ്രായേൽ ജനങ്ങൾ അദ്ദേഹത്തെ രാജാവാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഗിദെയോൻ പറഞ്ഞ്, ഞാൻ രാജാവാകത്തില്ല, എൻ്റെ മകനും ആകത്തില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നല്ലൊരു മാതൃകാ ജീവിതം ഈ ഗിദെയോൻ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പുലർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ചെറിയൊരു കുറവുണ്ടായിരുന്നു. എന്താണ്? അദ്ദേഹവും ബഹുഭാര്യത്വം ഉള്ളവനായിരുന്നു. അനേകം ഭാര്യമാരുണ്ടായിരുന്നു. കൂടാതെ ഒരു വെപ്പാട്ടിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി 70 മക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 70 മക്കൾ. ഈ 70 മക്കളെ വെപ്പാട്ടിയുടെ മകനായിട്ടുള്ള അബീമേലെക്ക് പിന്നീട് കൊന്നുകളയുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ ഒരു വെപ്പാട്ടി എന്ന ഭാര്യയിൽ നിന്ന് ജനിച്ച മകൻ അബീമേലെക്ക് മറ്റേ ഭാര്യമാർ ജനിച്ച 70 മക്കളെ അദ്ദേഹം കൊന്നുകളഞ്ഞിട്ട് അദ്ദേഹം രാജാവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കുടുംബത്തിൻ്റെ അകത്തുള്ള കൊലപാതകവും ഛിദ്രവുമാണ് നമ്മൾ കാണുന്നത്. 4ാമത്തെ ആളായിട്ട് നാം ഈ ബഹുഭാര്യത്വ ലിസ്റ്റിൽ കാണുന്നത് ശിംശോൻ ആകുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13ാം അധ്യായം മുതൽ 16ാം അധ്യായം വരെ ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിംശോൻ എന്നുള്ള ഈ ന്യായാധിപൻ നാസിർ വ്രതക്കാരനായിരുന്നു. നാസിർ വ്രതക്കാരൻ, അതായത് വീഞ്ഞും മദ്യവും കഴിക്കത്തില്ല, മറ്റു ദുശീലങ്ങളൊന്നും പാടില്ല, വളരെ ദൈവഭക്തനായിട്ട് ധ്യാനിച്ച് ജീവിക്കുന്ന ഒരു സന്യാസ മാതൃകയിലുള്ള ജീവിതം പുലർത്തുന്നവരാണ് ഈ നാസിർ വ്രതക്കാർ. അപ്പം അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ശിംശോൻ. മാത്രമല്ല, ശിംശോൻ്റെ ജനനം തന്നെ ദൈവത്തിൻ്റെ പ്രവചനം അനുസരിച്ച് ജനിച്ച ഒരു മകനാണ് ഈ ശിംശോൻ. ശിംശോൻ വളരെ ബലവാനായിരുന്നു. ഒരുപക്ഷെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബലവാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബലവാൻ ഈ ശിംശോൻ തന്നെയാണ്. നാം ബൈബിളിലെ കഥ കേൾക്കുമ്പോൾ ഗോലിയാത്തിനെ പറ്റിയപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ, ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്. പക്ഷെ ഗോലിയാത്ത് ഇസ്രായേലിലെ ഒരാളെ പോലും കൊന്നില്ല. ശിംശോൻ അനേരെ കൊന്നുകളഞ്ഞു. ശിംശോൻ്റെ ബലം അമിത ബലമായിരുന്നു. അതുകൊണ്ട് ശിംശോനെപ്പോലുള്ള ഒരു അതിന് മീതെയുള്ളൊരു ബലവാനെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നില്ല. അത്ര കണ്ട് ബലവാനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്
ചെറിയ ഒരു വീഴ്ചകൾ വന്നിട്ടുണ്ട്. ശിംശോൻ 3 വിവാഹം കഴിച്ചിട്ടാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിംശോൻ്റെ വിവാഹങ്ങൾ നോക്കുമ്പോൾ ശിംശോൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു തന്ത്രത്തിന് വേണ്ടിയാണ്. ശത്രുക്കളെ കൊന്നൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ കൂട്ടത്തിൽപ്പെട്ട ചില പെൺകുട്ടികളെ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഫെലിസ്ത്യ കന്യകയാണ് വിവാഹം കഴിച്ചത്. ഫെലിസ്ത്യ കന്യക. ഇപ്പോൾ ഫെലിസ്തരാണ് ശത്രുക്കൾ. അപ്പോൾ ആ ശത്രുഗണത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് അവരുമായിട്ട് ഫിലിസ്തീനുമായിട്ട് യുദ്ധങ്ങളും പോരാട്ടങ്ങളൊക്കെ നടക്കുന്നു. ഇത് കണ്ടതുകൊണ്ട് ഈ കന്യകയുടെ അപ്പൻ, അതായത് ശിംശോൻ്റെ അമ്മായപ്പൻ, അവളെ ശിംശോൻ്റെ തോഴന് ഭാര്യയായിട്ട് കൊടുത്തു. അങ്ങനെ ശിംശോൻ ഒരു നാൾ തൻ്റെ ഭാര്യയെ കാണാൻ വന്നപ്പോൾ അമ്മായപ്പൻ പറഞ്ഞ് അവളെ നിൻ്റെ തോഴന് ഭാര്യയായിട്ട് കൊടുത്തെന്ന് പറഞ്ഞ് അരിശം പൂണ്ട ശിംശോൻ പിന്നീട് അവിടെ വലിയൊരു നാശം ഫെലിസ്ത്യ ദേശത്ത് വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഫെലിസ്ത്യർ ഇത് മനസ്സിലാക്കി. ഇതിൻ്റെ കാരണക്കാരൻ ഈ ഫെലിസ്ത്യ കന്യകയും അവളുടെ അപ്പനുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അപ്പനെയും മകളെയും പിടിച്ച് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അങ്ങനെ ഒന്നാമത്തെ ഭാര്യയുടെ കഥ കഴിഞ്ഞു. രണ്ടാമത്തെ ഭാര്യ ഒരു വേശ്യയാണ്. ഗസ എന്ന പട്ടണത്തിലുള്ള ഒരു വേശ്യ. അവരെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ശിംശോൻ അവളെ വീട്ടിൽ ചെന്ന് അന്തിക്ക് അവിടെ രാത്രിക്ക് അവിടെ തങ്ങി. ഒരുപക്ഷെ ഇവൾ തന്നെ ന്യൂസ് കൊടുത്തിരിക്കാം. ഇവൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ അവൾ തന്നെ ന്യൂസ് കൊടുത്തിരിക്കാം, ഇങ്ങനെ ശിംശോൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന്. വാർത്ത അറിഞ്ഞ് പാതിരാത്രി ഫെലിസ്ത്യർ ശിംശോൻ തങ്ങിയ വേശ്യയുടെ വീട് വളഞ്ഞത് ശിംശോൻ അറിഞ്ഞ്. അപ്പോൾ ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉടനെ ആത്മാവ് വന്ന് പാതിരാത്രി ഇരുട്ടത്ത് ശിംശോൻ എഴുന്നേറ്റ് പട്ടണം പൂട്ടിയിരുന്ന ആ കട്ടളപ്പടിയും കുറുമ്പടിയും വാതിലും എല്ലാം താങ്ങി ദൂരെ ഒരു മലയെ കൊണ്ട് വെച്ച് കളഞ്ഞ് ശിംശോൻ രക്ഷപ്പെട്ട് പോവുകയും ചെയ്തു. മൂന്നാമത്തെ ലാസ്റ്റ് വിവാഹം, ആ പെണ്ണിൻ്റെ പേര് ദലീല എന്നാണ്. ദലീല. അപ്പോൾ ദലീലയെ കണ്ട് സ്നേഹിച്ച് അവളുടെ കൂടെ ശിംശോൻ തങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഫെലിസ്ത്യർ ദലീലയോട് പറഞ്ഞ്, കാരണം ഇവൾ ആ കൂട്ടത്തിൽപ്പെട്ടാണല്ലോ, ദലീലയോട് പറഞ്ഞ് നിൻ്റെ അടുക്കൽ നിൻ്റെ ഭർത്താവായിട്ട് വന്നിരിക്കുന്ന ശിംശോന് വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് നീ അവനെ വശീകരിച്ച് അവൻ എവിടെ നിന്നാണ് ഈ ശക്തി ലഭിച്ചിരിക്കുന്നത് എന്നുള്ള രഹസ്യം നീ കണ്ടുപിടിച്ച് ഞങ്ങളെ അറിയിക്കാമെങ്കിൽ ഞങ്ങൾ നിനക്ക് 1100 വെള്ളിക്കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദലീലയ്ക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്. രഹസ്യമായിട്ട് അവൾ നീക്കം തുടങ്ങി. അവളെ അടുത്ത് വന്നവൾ ഭർത്താവായിട്ട് താമസിക്കുന്ന ശിംശോൻ്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. പലവട്ടം ശ്രമിച്ചു എങ്കിൽ തന്നെയും ശിംശോൻ അത് വെളിപ്പെടുത്തി കൊടുത്തില്ല. വെളിപ്പെടുത്തി കൊടുത്താൽ തന്നെ ശക്തി പോകുമല്ലോ, ശത്രുക്കൾ ഇതിനെ പിടിക്കുകയും ചെയ്യും. പക്ഷേ ശിംശോന് ഒരു ബലഹീനത വന്ന് സംസാരിച്ച് അവളുമായിട്ട് അങ്ങ് അടുത്ത് അവൾക്ക് കീഴ്പ്പെട്ട് അവൾ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് എൻ്റെ ശക്തി എൻ്റെ തലയുടെ ജടയിലാണ്. എൻ്റെ തലയിൽ 7 ജടയുണ്ട്, ഇത് മുറിച്ച് കളഞ്ഞാൽ എൻ്റെ ശക്തി പോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ രഹസ്യമായിട്ട് ശത്രുക്കളെ അറിയിച്ച് ശത്രുക്കൾ രാത്രി വന്ന് അവൾക്ക് 1100 വെള്ളിക്കാശ് കൈക്കൂലിയായിട്ട് കൊടുക്കുകയും വേറെ ആളിനെ അയച്ച് ശിംശോൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ തലയിലെ 7 ജടകളും കത്രിച്ച് കളഞ്ഞു. അതോടുകൂടി ശിംശോൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഇതാ ശത്രുക്കൾ വന്ന് എന്ന് ദലീല ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ അവൻ എഴുന്നേൽക്കുവാനോ അവന് പോരാടുവാനോ ശക്തിയില്ലായിരുന്നു. അങ്ങനെ ശത്രുക്കൾ വന്ന് ആ സമയത്ത് ശിംശോനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് അവനെ തടവിലാക്കി അവനെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച്. ഈ കാര്യത്തെ ഓർത്ത് ശിംശോൻ വളരെയധികം ദുഃഖത്തോടെ വേദനപ്പെട്ട് കഴിയുകയായിരുന്നു. അവൻ അവസാനമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരിക്കൽ കൂടി എനിക്കൊരു ശക്തി തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ്റെ തലയിലെ മുടി വീണ്ടും കിളുത്തു വന്ന് അങ്ങനെ അവൻ ശക്തി പ്രാപിച്ച് അങ്ങനെ
ശിംശോനെ കൊണ്ട് കളി നടത്താൻ വേണ്ടി നോക്കിയിരുന്ന അമ്പലത്തിൻ്റെ ജനങ്ങളുടെ കൂട്ടത്തിൽ ശിംശോനെ കൊണ്ടുവന്നു. ശിംശോനെ അമ്പലത്തിൻ്റെ തൂണുകളിൽ കെട്ടിയിട്ടു. ശിംശോൻ പ്രാർത്ഥിച്ച്. അപ്പോൾ അവിടെ ഇരുന്ന മാളികയിലും ആ സ്ഥലത്തുമൊക്കെ വലിയ ജനക്കൂട്ടമായിരുന്നു. ആ സമയത്ത് ശിംശോൻ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് താൻ ആ തൂണുകളെ വലിച്ച് കെട്ടിടം താഴെയിട്ട് അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ മരണപ്പെടുന്നു. ഇത് ശിംശോൻ്റെ ബഹുഭാര്യത്തിൽ നിന്നുണ്ടായ ഒരു അവസാനത്തെ നാശമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അഞ്ചാമത് ഒരു ചെറിയ ഒരു സംഭവം കൂടി, അതായത് ശമൂവേലിൻ്റെ അപ്പനായിട്ടുള്ള ഏൽക്കാന. ശമൂവേലിൻ്റെ അപ്പനായിട്ടുള്ള ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു. ഒരുത്തിക്ക് അന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേർ. ഈ സംഭവം 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ഭാര്യയ്ക്ക് മക്കളില്ലല്ലോ. അപ്പോൾ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? അവളോട് സ്നേഹം കാണിച്ച് അവളോട് സഹതാപം കാണിക്കണം. കാരണം ഒരാളുടെ 2 ഭാര്യമാരാണല്ലോ. അത് ചെയ്യാതെ വണ്ണം ഇവൾക്ക് മക്കളുണ്ടായപ്പോൾ ഇവൾ മക്കളില്ലാത്തവളുടെ അസൂയ നീരസം കാണിക്കുകയും അവളെ നിന്ദിക്കുകയും ചെയ്തു. അങ്ങനെ ആ മനോവേദനയിൽ അന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പിന്നെ അന്നയുടെ പ്രാർത്ഥന കേട്ട് അന്നയ്ക്ക് മകനെ കൊടുക്കുന്നു. അതാണ് ശമൂവേൽ. അതോടുകൂടി ദൈവം അവളെ നിന്ന് മാറ്റിക്കൊടുക്കുന്നു. ഇത് പറയാൻ കാരണം ഏൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഒരുത്തി മറ്റുള്ളവൾ നീരസവും നിന്ദയും കാണിച്ച് എന്നറിയിക്കാൻ വേണ്ടിയാണ്. അടുത്ത് നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് കിടക്കാം. ദാവീദിൻ്റെ ജീവിതം. ദാവീദിന് ഭാര്യമാർ അനേകമായിരുന്നു. ചിലരുടെ പേര് വായിക്കുന്നുണ്ട്. മീഖൾ, അഹീനോവം, അബീഗയിൽ, മയഖ, ഹഗ്ഗീത്ത്, അബൂതാലിബ്, യഗ്ല, ബത്ശേബ, പിന്നെ വെപ്പാട്ടികൾ, പിന്നെ ഒരു സുന്ദരി അഭിഷക്. അപ്പോൾ ഇത്രയും പേരുടെ പേരുകൾ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ മീഖൾ എന്നുള്ളത് ശൗൽ രാജാവിൻ്റെ മകളാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ ബഹുഭാരിത്വത്തിൽ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നു. അത് ഒന്ന് മയഹയുടെ മകൻ അബ്ശാലോം. അബ്ശാലോം ദാവീദിനെതിരായിരുന്നു. അവൻ കാണാൻ സൗന്ദര്യമായിരുന്നു, നല്ല നീണ്ട മുടിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല പൊക്കമൊക്കെ ഉണ്ടായിരുന്നു. അവൻ അപ്പനോട് മത്സരിച്ച് അവൻ കുറച്ചുപേരെ കൂട്ടിക്കൊണ്ട് രാജാവാകാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ ദാവീദിൻ്റെ പടയാളികളും അവനുമായിട്ട് ഒരു ഏറ്റുമുട്ടലുണ്ടാകുന്നു. അതുകൂടാതെ ഇവൻ അബ്ശാലോം ദാവീദിൻ്റെ വെപ്പാട്ടികളെ ഉപദ്രവിക്കാൻ ചെല്ലുന്നതായിട്ടും ബൈബിളിൽ പറയുന്നുണ്ട്. ഇനി എല്ലാം കൊണ്ടും ദാവീദിന് ഇവനൊരു വേദനയായിരുന്നു. അങ്ങനെ ദാവീദിൻ്റെ പട്ടാളക്കാർ ഇവനുമായിട്ട് യുദ്ധത്തിന് പോകുന്നു. അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവൻ കുതിരപ്പുറത്ത് പോകുമ്പോൾ കുതിര മേലോട്ട് ചാടിയപ്പോൾ അവൻ്റെ മുടി കരുവേലകത്തിൻ മരത്തിൽ ഉടക്കുകയും അവൻ തൂങ്ങിക്കിടന്ന് പുറകെ വന്ന ശത്രുക്കൾ അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയും ചെയ്തു. ഇങ്ങനെയാണ് അബ്ശാലോമിൻ്റെ ഒരു ഭാര്യയിലുണ്ടാകുന്ന ഒരു മകൻ്റെ അവസാനം ഇങ്ങനെയാണ്. ഹഗ്ഗീത്ത് എന്നു പേരുള്ള ഒരു ഭാര്യയിലുണ്ടായ മകനാണ് അദോനിയാവ്. അപ്പം ദാവീദ് മരിച്ചപ്പോൾ അടുത്ത രാജാവ് വരണമല്ലോ. അടുത്ത രാജാവ് നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നത് ശലോമോനാണ്. എന്നാൽ അഗീത്ത് എന്നുള്ള ഭാര്യയുടെ മകനായിട്ടുള്ള അദോനിയാവ് അവൻ രാജാകാൻ വേണ്ടി തന്ത്രം മെനയുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരും ഇവനും ഇവൻ്റെ അമ്മയൊക്കെയായിട്ട് ഒരു ഇടർച്ച ഉണ്ടാകുന്നു. പിന്നെ മറ്റൊരു ഭാര്യയാണ് ബത്ശേബ. ഈ ബത്ശേബയുടെ സംഭവം നമുക്കറിയാം. ബത്ശേബ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നു. പട്ടാള ഉദ്യോഗസ്ഥൻ ഊരിയാവിൻ്റെ ഭാര്യയായിരുന്നു. ദാവീദ് ഒരു നാൾ ഇവളെ കണ്ട് അങ്ങനെ അവളെ ഭാര്യയാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അവളെ സൂത്രത്തിൽ വിളിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവരികയും അവൾ ഗർഭിണിയാകുകയും ചെയ്യുന്നു. അങ്ങനെ
ദാവീദ് അവളെ ഭാര്യയാക്കാൻ വേണ്ടി ദാവീദ് ഒരു തന്ത്രം മെനയുന്നു. യുദ്ധം ഉണ്ടാകുമ്പോൾ ഊരിയാനെ മുന്നിൽ നിർത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത് ശത്രുക്കൾ ഊരിയാനെ വെട്ടിക്കൊന്നു. അങ്ങനെ ബത്ശേബയെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഈ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് നീ മരിക്കും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഈ സംഭവം ദൈവം അറിഞ്ഞല്ലോ, പ്രവാചകൻ അറിഞ്ഞല്ലോ എന്നോർത്ത് അദ്ദേഹം വളരെയധികം മാനസാന്തരപ്പെട്ടിടുന്ന സങ്കീർത്തനമൊക്കെയാണ് 32-ാം സങ്കീർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുടുംബ പ്രശ്നങ്ങളും മക്കൾ തമ്മിലുള്ള പോരാട്ടമൊക്കെയും ഈ ദാവീദിൻ്റെ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ദാവീദിൻ്റെ ബഹുഭാര്യത്വം അത്ര കണ്ട് സുഖകരമായില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവസാനത്തായിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നത് 7-ാമത്തത് ശലോമൻ രാജാവാണ്. ദാവീദിൻ്റെ മകനായിട്ടുള്ള ശലോമൻ വളരെ ജ്ഞാനിയാണ്, വളരെ അധികം പ്രസിദ്ധിയുള്ള ഒരു രാജാവാണ്. അദ്ദേഹമാണ് യെരുശലേം ദേവാലയമൊക്കെ പണിയുന്നത്. അദ്ദേഹം വേദപുസ്തകത്തിലുള്ള ചില ഭാഗങ്ങൾ അദ്ദേഹമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ, സാദൃശ്യവാക്യങ്ങൾ, ഉത്തമഗീതം, സഭാപ്രസംഗി ഇതൊക്കെ എഴുതി ലോകത്തിന് സംഭാവന ചെയ്ത ഒരു മഹാദേഹമാണ് ശലോമൻ. എങ്കിലും ശലോമൻ്റെ ഭാഗത്തും ബഹുഭാര്യത്വമുണ്ട്, അതിൽ നിന്നുണ്ടായ കുറച്ച് ദോഷങ്ങളുമുണ്ട്. ശലോമനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ശലോമന് 700 ഭാര്യമാരുണ്ടെന്നാണ് പറയുന്നത്. 700 ഭാര്യമാരും 300 വെപ്പാട്ടികളുമായിട്ട് അങ്ങനെ തന്നെ 1000 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഭാര്യമാരെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ പുറജാതിക്കാരാണ്. പുറജാതിക്കാർ യഹോവയെ ആരാധിക്കത്തില്ല. അവർക്ക് വേറെ ദൈവങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാം ശലോമോൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ ഇവരെന്തെടുത്ത് യഹോവയെ ആരാധിക്കാൻ താല്പര്യം കാണിച്ചില്ല. ശലോമൻ യഹോവയെ ആരാധിച്ച്, പക്ഷേ ഇവരെന്തെടുത്ത് ശലോമൻ ദേവാലയം പണിത് പൂർത്തീകരിച്ചപ്പോൾ ഭാര്യമാരെല്ലാം കൂടി ചേർന്ന് യെരുശലേമിൽ അവിടെ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ പണിയാണ് ചെയ്തത്. ക്ഷേത്രം പണിയുക മാത്രമല്ല, ഇവർ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ വണങ്ങുവാൻ തക്കവണ്ണം ശലോമനെ പ്രേരിപ്പിക്കുകയും ശലോമൻ്റെ ഹൃദയത്തെ വിഗ്രഹങ്ങളിലേക്ക് വശീകരിക്കുകയും ചെയ്തതായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ശലോമോൻ ദേവാലയം പണിത്, ഭാര്യമാർ ക്ഷേത്രം പണിത്. ഇങ്ങനെ ശലോമൻ്റെ ഭാര്യമാർ വളരെയധികം ശലോമന് തൊന്തരവായി, ഉപദ്രവായി. അങ്ങനെ ശലോമൻ ഭാര്യമാരെ പറ്റിയും സ്ത്രീകളെപ്പറ്റിയും സാദൃശ്യവാക്യത്തിൽ ശലോമൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സാദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായത്തിൽ സ്ത്രീകളെപ്പറ്റി ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. ശലോമൻ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കയ്യാൽ പൊളിച്ചു കളയുന്നു എന്ന് പറയുന്നു. പിന്നീട് സാദൃശ്യവാക്യം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ പുരയുടെ മേൽപ്പുരയിൽ കയറി ഇരിക്കുന്നത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീകളുടെ കൂടെ താമസിക്കാൻ പോലും താൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇത്ര കണ്ട് സ്ത്രീകളിൽ നിന്ന് തനിക്ക് ദോഷമുണ്ടാതായിട്ട് പറഞ്ഞു. കാരണം തനിക്ക് 1000 പേരുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ശലോമനും ബഹുഭാര്യത്വം ഒരു സുഖമല്ലാതെ വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ബഹുഭാര്യത്വം സ്വീകരിച്ച എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ വലിയ വിശ്വാസികളായിരുന്നു, ഉന്നതന്മാരായിരുന്നു, ആത്മീയ ശ്രേഷ്ഠന്മാരായിരുന്നു. എന്തുകൊണ്ട് ബഹുഭാര്യത്വം സ്വീകരിച്ചാൽ ദൈവം പറഞ്ഞിട്ടല്ല, ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഒന്നും കൂടി വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. അവരോരോരുത്തരെ സ്വീകരിക്കുന്ന ദൈവം പിന്നെ ഇവരോട് വലിയ സ്നേഹവും കരുണയൊക്കെ ഉള്ളതുകൊണ്ട് സമ്മതിക്കുന്നു. ഇവർ ശരിയായിട്ട് കുടുംബം നടത്തുമല്ലോ, കുടുംബം പുലർത്തുമല്ലോ, എല്ലാവരും തുല്യമായിട്ട് സ്നേഹിക്കുമല്ലോ, വരുന്ന പെണ്ണുങ്ങൾ യഹോവയെ സേവിക്കുമല്ലോ എന്ന് ദൈവം കരുതിക്കൊണ്ടിരുന്നു. പക്ഷേ അതുപോലെ നടന്നില്ല. അതുകൊണ്ട് അതിലെല്ലാം കാണുന്നത് ചില പ്രശ്നങ്ങളും കലഹങ്ങളും കുടുംബ ഇടച്ചിലുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത്, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ
മനുഷ്യർ വേർപിരിക്കരുത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ആദവിനെയും ഹവ്വയിനെയും ഉദാഹരണമായിട്ട് പറയുന്നു. ദൈവം ആദിയിൽ ആദവിനെയും ഹവ്വയെയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഭർത്താവിന് ഒരു ഭാര്യയും ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവുമായിട്ട് ലോകത്തിൽ ആ നിയമം സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെയും അത് വീണ്ടും സ്ഥാപിച്ചിരിക്കുന്നു. ഇതാണ് സത്യം. അതുകൊണ്ട് ബഹുഭാര്യത്വം ദൈവം കൽപ്പിക്കുന്നതല്ല. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അന്നത്തെ കാലഘട്ടത്തിൽ ജനസംഖ്യ വളരെ കുറവാണല്ലോ, അതുകൊണ്ട് അതിനാണ് അവരങ്ങനെ ചെയ്തത്. ആ ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവും ആ മക്കളുമായിട്ട് ജീവിക്കുന്ന കുടുംബം എത്ര അനുഗ്രഹമെന്ന് സങ്കീർത്തനം 128 പറയുന്നത് നമുക്ക് കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ച പോലെ ഏക ഭർത്താവും ഏക ഭാര്യയുമായിട്ട് ലോകത്ത് തുടരുവാൻ നമുക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് ഉപദേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.